അസ്സലാമലൈക്കും. പൂള കിട്ടുമ്പോഴേ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ അടിപൊളിയാണ് മക്കളെ. അപ്പോൾ ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ പൂളയിട്ടാ എടുത്തിട്ടുള്ളത്. ചിലർ കപ്പാന്ന് പറയും, ഞങ്ങൾ പൂളാന്നാണ് അവർ പറയൽ. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതുമാണ്. ഇനി ആ തേങ്ങയെ ഒന്ന് പാലാക്കി എടുത്തുക്കണം കേട്ടോ. 1-ാം പാലും 2-ാം പാലുമാണ് ആക്കി എടുത്തുക്കുന്നത്. ഇത് 1-ാം പാലും അത് 2-ാം പാലാണ് കേട്ടോ. ഇനി നമുക്ക് ഈ 2-ാം പാലുണ്ടല്ലോ അത് ഒഴിച്ചിട്ടാണ് ഈ പൂള ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. കുക്കറിൽ വേവിക്കുമ്പോൾ നമുക്ക് അത്ര ഓവർ വെള്ളം വേണ്ടല്ലോ. അടുപ്പത്ത് നമുക്ക് ചെമ്പിലൊക്കെ വെക്കുമ്പോൾ കൂടുതൽ വെള്ളം വേണം. ഇത് നമുക്കൊരു 5 വിസിലടിക്കുമ്പോഴത്തേന് വേഗം പൂള വെന്ത് കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് അത്യാവശ്യം വേവാനുള്ള പാലുണ്ട് കേട്ടോ. ഇതൊന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം കേട്ടോ. ഉപ്പൊക്കെ എല്ലായിടത്തും തട്ടുന്ന വിധത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തുക്കണ്. അപ്പോൾ അതൊന്ന് ഞാൻ കൊട്ടി കൊടുത്തതേ ആ പൂളൊന്നും മഴയുടെ അമർന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടേ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 6 വിസൽ ആണ് കേട്ടോ ഞാനിത് വേവിച്ചെടുത്തത്. അപ്പോഴത്തേന് അതൊക്കെ ഒന്ന് വെന്ത് വന്നിക്കണം. ഇപ്പോൾ പൂളൊക്കെ നന്നായി വെന്ത് ഇങ്ങോട്ട് ഉടഞ്ഞ രൂപത്തിലായിക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ നന്നായിട്ട് വെന്തിക്കണം കേട്ടോ. അത് മേലേക്ക് ഇങ്ങോട്ട് വെള്ളം ഇല്ലേന്നല്ലോ, പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലാത്ത കാരണമാണ് മേലെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു വേവാത്ത രൂപത്തിൽ തോന്നുന്നത്. പക്ഷെ നന്നായിട്ട് വെന്ത് വന്നിക്കണം. നല്ല പൊടിയുള്ള പൂളയും. ഇനി വെന്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടേ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. കണ്ടാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിക്കണം. നമ്മൾക്ക് പൊടിയൊക്കെ വിരകിയ പോലത്തെ രൂപത്തിൽ അടിപൊളിയായിട്ട് വെന്തിക്കുന്നുണ്ട്. നല്ല പൂളയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനി ഇത് ഒന്ന് മാറ്റിയിരിക്കട്ടെ കേട്ടോ. ഇനി അതൊന്ന് വിറവിടാൻ വേണ്ടിയിട്ടാണ്. 2 തണ്ട് കറിവേപ്പിൻ്റെ 4 വറ്റൽമുളക് കടുകുമാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഒന്നിട്ട് പൊട്ടിച്ചിക്കണം. ഇനി അതിലേക്ക് വറ്റൽമുളകും ഒന്നിട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി കറിവേപ്പിൻ്റെ ഒന്നിട്ട് കൊടുത്തിട്ടേ ഈ പൂളൻ്റെ മിക്സിയിലേക്ക് ആണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മഴത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി ഇതിലേക്ക് വേറെ കറീൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കറി ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ. പക്ഷെ ഇതിങ്ങനെ തന്നെ നമുക്ക് കട്ടൻ ചായക്ക് തിന്നാൻ എടുത്തുണ്ടല്ലോ അടിപൊളിയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം കട്ടൻ ചായക്ക് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.